ഹലോ മൈ ഡിയേഴ്സ്. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കേക്ക് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേക്കിന്റെ ഡിസൈനും ഡെക്കറേഷനും ആണ് ഇപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലേ. പക്ഷേ ആളുകൾ കാണുമ്പോൾ അട്രാക്റ്റ് ആവണം, എന്നാലേ ഉള്ളൂ എന്തെങ്കിലും നമുക്ക് ഇതിന് ഓർഡേഴ്സ് വീണ്ടും വീണ്ടും വരുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ടുള്ള പുതിയ പുതിയ ഡെക്കറേഷൻസ് നമ്മൾ നമ്മുടെ കേക്കിൽ ചെയ്യണം. അപ്പൊ നമുക്ക് എന്തെല്ലാം ഐറ്റംസ് നമുക്ക് ഡെക്കറേഷന് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാം എന്താ വെച്ചെങ്കിൽ, ഇപ്പോ ഓരോ കുട്ടികളും ഇപ്പൊ കുട്ടികളാണ് കേക്ക് ഒക്കെ ഓർഡർ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവന്റെ ബർത്ത്ഡേക്ക് അവന് ഇഷ്ടപ്പെട്ട ഡിസൈനാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇപ്പൊ നമുക്കറിയാം കാർട്ടൂണുകൾ, അതെല്ലാം വല്ല സിനിമ ക്യാരക്ടേഴ്സ് എന്താണോ നമ്മളോട് പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കേക്ക് ഡിസൈൻ ചെയ്യുന്നത്. അതല്ലാണ്ട് നോർമൽ നമ്മുടെ മൈൻഡിലുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് പുറമെ ചോക്ലേറ്റ് കവർ ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു കേക്കിന്റെ ട്രെൻഡേ അല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെ. അപ്പൊ നമുക്ക് ഏതൊക്കെ ഐറ്റംസ് എങ്ങനെയൊക്കെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞു തരുന്നത്. പിന്നെ നമുക്കറിയാം, കസ്റ്റമേഴ്സ് പൊതുവെ ആവശ്യപ്പെടുന്ന വെച്ചെങ്കിൽ നല്ല ഒരുപാട് ഡെക്കറേഷൻസ് വേണ്ടി വരും. നല്ല കാണുമ്പോൾ നല്ല ലുക്ക് വേണം. പക്ഷേ ബഡ്ജറ്റ് അവർക്കൊരു പ്രോബ്ലം ആയിരിക്കും. അപ്പൊ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് ക്യാഷ് ഇല്ലാണ്ട് നല്ല അവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമുക്ക് നമ്മുടെ കേക്കിന്റെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളിൽ തന്നെ നമുക്കത് അവൈലബിൾ ആണ്. നമുക്കറിയാം, പ്രിന്റ് വർക്കുകളൊക്കെയാണ് ഇപ്പൊ കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് വരുന്നത്. അപ്പോ സാധാരണ ഇപ്പൊ നമ്മുടെ ഫോണ്ടന്റ് വർക്ക് ഉണ്ടല്ലേ, ഫോണ്ടന്റ് വർക്ക് പ്രിന്റ് വർക്ക് ഒക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ എല്ലാം കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും. ഫോണ്ടന്റ് വർക്ക് ഒക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ്. അതിന് നമ്മൾ ചെയ്യണമെങ്കിൽ ഒരുപാട് വർക്ക്, നമ്മൾ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യണം. പക്ഷെ അതിന് പകരം നമ്മൾ പ്രിന്റ് വർക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ലുക്കും ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വർക്കും കുറവാണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന കുറച്ച് ഐറ്റംസിന് ജസ്റ്റ് കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇതിൽ ഇപ്പോൾ അങ്ങനത്തെ ഒന്ന് പരിചയപ്പെടാം. ഇത് ഷുഗർ ബോൾസ് ആണ് വരുന്നത്. ഷുഗർ ബോൾസ് ഇപ്പോൾ ഇതൊരു സിൽവർ കളറിൽ വരുന്നതാണ്. അതൊരു മീഡിയം സൈസിലുള്ളതാണ്. ഇതിന്റെ തന്നെ നമുക്ക് ലാർജ് ഉണ്ട്, അതുപോലെ തന്നെ സ്മോൾ ഉണ്ട്, എക്സ്ട്രാ സ്മോൾ ഉണ്ട്. ഉണ്ടോ, ഇത് ഈ ഒരു മീഡിയം സൈസിൽ വരുന്ന ഷുഗർ ബോൾസ് ആണ്. ഇതിന്റെ തന്നെ പല സൈസിലുള്ള ബോൾസും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഓരോ കേക്കിനനുസരിച്ചിട്ട് അതിന്റെ സൈസിലുള്ള വേറെ വേരിയേഷൻസ് ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് കേക്ക് ഡിസൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ അതിന്റെ വൈറ്റ് കളറിലുള്ള, ഇനി വൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ കേക്കുകൾക്കും മാച്ച് ആയിട്ടുള്ള ഒരു കളറായിരിക്കും വൈറ്റ് സിൽവർ എന്ന് പറയുമ്പോൾ. അതുണ്ടോ, വൈറ്റിന്റെ ഇപ്പൊ നമ്മൾ കാണിച്ച സിൽവറിനേക്കാൾ ചെറുതാണിത്. ആ സിൽവറിന്റെ ഒരു ചെറുത് വരുന്നുണ്ട്, ഏറ്റവും എക്സ്ട്രാ സ്മോൾ സൈസ് വരുന്നതാണ് ഈ ഒരു ഷുഗർ ബോൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഏതൊരു കേക്കിലാണെങ്കിലും ഈ ഒരു വൈറ്റ് സ്മോളും അതുപോലെ തന്നെ ഇതിന്റെ ലാർജും കൂടെ മിക്സ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ കേക്കുകൾ കാണാൻ കേട്ടോ. ലാർജ് എന്ന് പറയുമ്പോൾ ഈ ഒരു സൈസിലുള്ളത്, അത്യാവശ്യം വലിയ സൈസിലുള്ളതും നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ ഓരോ കളറിലുള്ളതും നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി കുറച്ച് എണ്ണം എടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പല കളറിലായിട്ടുള്ളത് നമുക്ക് വാനില കേക്കൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. പല കളറിലുള്ള ഷുഗർ ബോൾസ് ആണിത്. ഇതിന്റെ നമുക്ക് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. അതിപ്പോ ജസ്റ്റ് ഞാൻ കാണിക്കുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് കളറിലുള്ള ഷുഗർ ബോൾസ് സ്മോൾ ആണ് ഇത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കാണിക്കുന്നത്. ഇത് ഗോൾഡൻ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ വാങ്ങിക്കുമ്പോൾ, നിങ്ങൾ ഫസ്റ്റ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വൈറ്റ്, അതുപോലെ തന്നെ ഗോൾഡ്, അതുപോലെ തന്നെ സിൽവർ, ഈ 3 കളറും നമുക്ക് എല്ലാത്തിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് ആണ്, ഗോൾഡും വൈറ്റും സിൽവറും. അപ്പൊ അതുകൊണ്ടാണ് ഈ 3 തന്നെ ഞാൻ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ തന്നെ പിന്നെ വേറെ സ്പ്രിങ്കിൾസ് ഐറ്റംസ് വരുന്നുണ്ട്. ഷുഗർ ബോൾസ് അല്ലാണ്ട് സ്പ്രിങ്കിൾസ് ആയിട്ട് വരും. ഇങ്ങനെ ഒരു വെർമിസെല്ലി പോലെ ഇങ്ങനെ സ്പ്രിങ്കിൾസ് ആയിട്ട് വരും. ഇതിന്റെയും പല കളേഴ്സ്, എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, എങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച്, ഡിസൈനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, അപ്പൊ അതിനനുസരിച്ച് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ തന്നെ പല കളറിലുള്ളത് ഉണ്ട് കേട്ടോ. പല കളറിലുള്ള എന്തായാലും നമ്മളൊന്ന് സ്റ്റോക്ക് വെക്കുക. അതെന്നുവെച്ചെങ്കിൽ നമുക്ക് എല്ലാ കേക്കുകൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഈ സ്പ്രിങ്കിൾസിന്റെ പല കളറിലുള്ള ഡിസൈന് നമ്മൾ റെയിൻബോ കേക്ക്സ് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് യൂസ്ഫുൾ ആണ്. അപ്പൊ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വാങ്ങിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ ഈ ഗോൾഡന്, അതുപോലെ വൈറ്റ്, ബ്ലാക്ക്, ഇതൊക്കെ എല്ലാത്തിലും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് ആണ്. അത് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ കളേഴ്സും നമുക്കിത് അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് ഇതുപോലെയുള്ള എഡിബിൾ ആയിട്ട് വരുന്ന നമ്മുടെ ഗ്ലിറ്റർ ടൈപ്പ്. ഇത് സിൽവറിന്റെ ആണ് കേട്ടോ. സിൽവറിന്റെ ഇങ്ങനെ ഫ്ലേക്സ് പറയും നമ്മൾ. കേക്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഒരു വൈറ്റ് കേക്കിൽ ഒരു എന്താ പറയാ, ഒരു ലാവൻഡർ കളർ ഷെയ്ഡൊക്കെയാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ ആ ലാവൻഡറും ഈ സിൽവറും നല്ല മാച്ച് ആയിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ സൈഡിലൂടെ ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതിന് ഫ്ലേക്സ് എന്നാണ് പറയാ കേട്ടോ. ഫ്ലേക്സ്, ഇത് സിൽവർ ഫ്ലേക്സ് ആണ്. ഇതൊക്കെ എഡിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഐറ്റം വെക്കുമ്പോൾ എഡിബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെക്കുക. അപ്പോൾ നമുക്ക് കഴിക്കാനും പറ്റുമല്ലോ, എടുത്ത് കളയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഫ്ലേക്സിന്റെ റോസ് ഗോൾഡിന്റെ കളറാണ് ഇത് വരുന്നത്, റോസ് ഗോൾഡ്. ഇതൊക്കെ നമ്മുടെ കേക്കിന് ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഈ റോസ് ഗോൾഡ്. ഇതൊന്നും ഇപ്പൊ വാങ്ങിക്കണമെന്നില്ല, പതുക്കെ നിങ്ങൾ സെറ്റ് ആവുമ്പോൾ വാങ്ങിച്ചാൽ മതി റോസ് ഗോൾഡ്. ഞാൻ കാണിക്കുമ്പോൾ എല്ലാം നിങ്ങൾ കാണിച്ചു തരണല്ലോ, അതുകൊണ്ട് കാണിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഗോൾഡ് കളറൊക്കെ നമുക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാം. ഒരു വൈറ്റിലാണെങ്കിലും വേറെ എന്ത് കളറിലാണെങ്കിലും ഈ ഗോൾഡിന്റെ ഇതിങ്ങനെ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ വെച്ചു കൊടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും നമ്മുടെ കേക്കിന്. ഇത് ഗോൾഡൻ ഫ്ലേക്സ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഗ്ലിറ്ററുകൾ അവൈലബിൾ ആണ്. ഗ്ലിറ്റർ നമ്മുടെ കേക്കിന് ഒരു ഗ്ലിറ്റർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഒന്നുകിൽ ഇത് ബ്രഷ് ഇട്ടിട്ട് നമുക്കിങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യാം കേട്ടോ. ഇത് കാണിച്ചു തരാം. ഇതുണ്ട്, ഗ്ലിറ്റർ ആണിത്. നമ്മൾ സാധാരണ വേറെ ഡെക്കറേഷൻസിനൊക്കെ യൂസ് ചെയ്യുമല്ലോ, നിങ്ങൾ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഗ്ലിറ്റർ. പക്ഷെ ഇതെന്ന് വെച്ചാൽ എഡിബിൾ ഗ്ലിറ്റർ ആണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ കോൺഫ്ലോർ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്, നമ്മൾ ചെയ്യുന്നതല്ല, പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഇങ്ങനത്തെ ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കേക്കിൽ യൂസ് ചെയ്യാം. ഇത് നമ്മൾ ഒരു വെഡ്ഡിങ് കേക്ക് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും പുറത്ത് ഇത് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ലുക്കായിരിക്കും നമ്മുടെ കേക്കിന്. അപ്പൊ ഇതിന്റെ തന്നെ ഗോൾഡൻ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇതിലും ഈ ഗ്ലിറ്ററിലൊക്കെ എല്ലാ കളേഴ്സും ഉണ്ട്. പക്ഷെ ഗ്ലിറ്റർ നമ്മൾ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ആ ഒരു ബ്രഷ് വേണം, നമുക്ക് അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ട്, അത് വെച്ചിട്ട് മാത്രമേ നമുക്കിത് സ്പ്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ തന്നെ റെഡ് കളറാണിത് കേട്ടോ, റെഡ് കളറാണ്. അതുപോലെ സിൽവർ ഒക്കെയാണ് വരുന്നത്. ഇതും സെയിം ആ ഒരു ഗ്ലിറ്റർ തന്നെയാണ്. കറക്റ്റ് ഒരു ചെറിയൊരു പൊടി പോലെ അല്ല, ജസ്റ്റ് തരി പോലെയുള്ള ഒരു സംഭവമാണിത് കേട്ടോ. അങ്ങനെ തരിതരിയായിട്ടുണ്ടാവും. റെഡ് കളറിലുള്ള ഗ്ലിറ്റർ, അതേപോലെ തന്നെ സിൽവർ, ഇതിന്റെ എല്ലാ കളേഴ്സും ഉണ്ട്. അപ്പൊ നമ്മുടെ ഏതാണോ കേക്കിന്റെ കളർ എങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഗ്ലിറ്റർ ഒക്കെ വാങ്ങിച്ചിട്ട് പുറത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലുക്കായിരിക്കും കേക്കിന്. പ്രത്യേകിച്ച് വെഡ്ഡിങ് കേക്കുകൾക്കാണ് നമ്മളിത് യൂസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അതിന്റെ സിൽവർ ആണ്, ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതാണ് സിൽവർ. ഓക്കെ, ഇപ്പൊ ഗ്ലിറ്റേഴ്സ് മനസ്സിലായല്ലോ. അതുപോലെ എല്ലാ കളേഴ്സിലുള്ള ഗ്ലിറ്റേഴ്സും ഉണ്ട്. നമുക്ക് കേക്കിന്റെ കളർ അനുസരിച്ച് നമുക്കത് സെലക്ട് ചെയ്യാം. പിന്നെ വരുന്നത് ഗോൾഡൻ ഡസ്റ്റ്. ഇത് ഡസ്റ്റ് ആണ്, നമുക്ക് എന്തായാലും കയ്യിലൊന്നും ഉണ്ടായിരിക്കേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ. ഇത് മറ്റേതുപോലെ ഗ്ലിറ്റർ പോലെയല്ല. ഗ്ലിറ്റർ എന്ന് പറയുമ്പോൾ അതൊരു തരിതരി പോലെയാണ്. ഇത് പക്ഷെ അങ്ങനെയല്ല, ഇത് നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡറാണിത്. നല്ല ഫൈൻ പൗഡറാണ് ഇത്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഗോൾഡൻ ഡ്രിപ്സ് ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഡ്രിപ്പ് കൊടുത്തതിന്റെ മുകളിൽ കളർ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നെയിംസ് ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ഫോണ്ടന്റിൽ നെയിം ഒക്കെ എഴുതി വെക്കുമ്പോൾ അതിന്റെ മുകളിൽ ഇതിങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവാപ്പറക്സ് മിക്സ് ചെയ്ത് നമ്മളിത് കൊടുത്തതിന് ശരിക്കും നല്ലൊരു ഗോൾഡൻ എഫക്റ്റ് നമ്മുടെ കേക്കുകൾ കിട്ടുന്നുണ്ടോ. ഇത് ജസ്റ്റ് ഒരു പൊടിയാണ് കേട്ടോ, മറ്റേതുപോലെ ഇങ്ങനെ ഒരു തരിതരി പോലെ അല്ല, നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡറാണിത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, കേക്കിൽ യൂസ് ചെയ്യാം. അപ്പൊ ഇതുപോലെയുള്ള റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ബേക്കിംഗ് ഷോപ്പുകൾ, ബേക്കിങ്ങിന്റെ ഐറ്റംസ് കിട്ടുന്ന എല്ലാ ഷോപ്പുകളിലും നമുക്ക് ഇതുപോലത്തെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക എല്ലാ സ്ഥലങ്ങളും. അപ്പൊ നമുക്ക് അതിൽ ഇതുപോലെ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് കേക്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ ഐറ്റംസ് നമുക്ക് അവിടെ കാണാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് കാറ്റഗറി നോക്കാം.